നമസ്കാരം. ക്രേസി കേസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പുറത്ത് അത് കൊട്ടാരക്കര ക്ഷേത്രമാണ്. നമുക്കിന്ന് കൊട്ടാരക്കര സഞ്ചരിച്ച് അവിടുത്തെ ദൃശ്യ മനോഹരങ്ങൾ, പ്രകൃതിയുടെ എല്ലാ സന്തുലിതാവസ്ഥകളും മനസ്സിലാക്കി നമുക്ക് യാത്ര തുടരാൻ വരും. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് കൊട്ടാരക്കര എന്ന് കണ്ട നേരെയുള്ള വഴിയിലാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് കൊട്ടാരക്കര ഇപ്പോൾ എത്തും. പക്ഷേ ഈ വഴി കണ്ടിട്ട് റോഡ് വഴിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ആളും അനക്കൊന്നുമില്ല. പക്ഷേ കൊട്ടാരക്കര ഒരു ഗ്രാമമാവാനാണ് സാധ്യത. കല്ലുകളും പുഴകളും കായലുകളും താണ്ടി അവസാനം നമ്മൾ എത്തിയിരിക്കുന്നത് കൊട്ടാരക്കര ഗ്രാമത്തിലേക്കാണ്. എൻ്റെ സംശയം ശരിയാണെങ്കിൽ ഇതായിരിക്കും കൊട്ടാരക്കര ഗ്രാമം. ഒരുപാട് റെയിൽപാളങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒറ്റ വണ്ടികളുടെ സൗകര്യമില്ലാത്ത ഒരു നാടാകാം കൊട്ടാരക്കര. നമ്മൾ കണ്ട ആ ബോർഡ് കണ്ടതനുസരിച്ച് നേരെയുള്ള വഴിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ വരെ വഴി വന്ന് അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ട് നേരിട്ട് വന്നു കഴിഞ്ഞാൽ കുറേ വീടുകളൊക്കെയാണ് കാണാൻ കഴിയുന്നത്. കൊട്ടാരക്കര ഇത്രയേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ എൻ്റെ സംശയം. ഇത് കൊട്ടാരക്കര റെയിൽവേ നാഷണൽ ഹൈവേ ആണ്. അങ്ങോട്ട് നേരെ അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വളവും തിരിവുകളും കാണുന്നുണ്ട്. ചിലപ്പോൾ അവിടെ ചെന്നിട്ടായിരിക്കും ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ഒറ്റ വണ്ടികളും കാണാനില്ല. ഇന്ന് സമരം വല്ലതും ആയിരിക്കാനാണ് സാധ്യത. ബുള്ളറ്റ് ട്രെയിനും മെട്രോ ട്രെയിനും നാഷണൽ ട്രെയിനുകളും എല്ലാം ഇതിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നാണ് ഈ നാട്ടുകാരുടെ വിശ്വാസം. ചിലപ്പോൾ മെട്രോ റെയിൽപാത ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും. പുതുതായിട്ട് ഗവൺമെന്റിന്റെ ഓരോ പരിപാടികളല്ലേ, ചിലപ്പോൾ ഇതുവഴി തുടങ്ങിയിരിക്കും. ഇവിടെ കുറെ കണക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. 7, 3, 9, 6, 15 യഥാർത്ഥ ആൻസർ കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ ആൻസർ 0ആണ്. റെയിൽവേയുടെ ഓരോ തകരാറുകളാണ് ഇതൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് 2212 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതോ സ്ഥലത്ത് എത്താം എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങോട്ട് പോയാലാണ് 2212 കിലോമീറ്റർ അങ്ങോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കൊല്ലത്തോ കോട്ടയത്തോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ എത്താം എന്ന് നമുക്ക് സംശയിക്കാം. പക്ഷെ ഇതുവഴി ഒരു വലിയ നദി ഒഴുകുന്നുണ്ട്. കല്ലടയാറാവാനാണ് സാധ്യത. കൊല്ലം ജില്ലയിൽ കല്ലടയാറാണല്ലോ. കല്ലടയാറിന്റെ ഒരു ചെറിയ ശാഖയായിരിക്കും ഇത്. നമുക്കവിടെ ദൂരെ അവിടെ ആയിട്ടൊരു പാലം കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ സംശയം ശരിയാണെങ്കിൽ ഇതായിരിക്കും 13 കണ്ണറ പാലം. 13 വരകൾ അതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും 13 കണ്ണറ പാലം എന്നെങ്കിൽ പാലത്തെ വിളിക്കാനുള്ള സാധ്യത. നമുക്ക് എന്തായാലും ആ പാലത്തിനടുത്തോട്ടൊന്ന് പോയി നോക്കാം. സാധാരണ മറ്റ് നാഷണൽ ഹൈവേയിലൊക്കെ ഒരു സാധാരണ കിലോമീറ്ററുകളൊക്കെ എഴുതി വെക്കാറുണ്ട്. പക്ഷേ ഈ C140 എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഇതൊക്കെ തന്നെയാണ് റെയിൽവേയുടെ തകരാറുകൾ. ചുമ്മാ ഓരോ കാര്യങ്ങൾ കുത്തിക്കുറിച്ച് എഴുതി വെക്കുന്നത് കൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക്, സാധാരണ ആൾക്കാർ ട്രെയിൻ ഓടിച്ച് പോകുമ്പോൾ അവരിത് കണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? മീറ്റർ. ഇവിടുന്ന് 350 മീറ്റർ മാറി എന്തോ ഒരു സാധനമുണ്ടെന്നാണ്. എല്ലിന് തുടങ്ങുന്ന എന്തോ സാധനമുണ്ട്. 140 മീറ്റർ അകലെ SC എന്ന് പറഞ്ഞ എന്തോ സാധനം. SC എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഷോർട്ട് ഫോം ആയിരിക്കും. KM കിലോമീറ്റർ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. D 5 ഡിഗ്രി. ഡെമോക്രസി 5 ഡിഗ്രിയാണ് ഇവിടെ ഉള്ളത്. അതായത് ചൂട്. പിന്നെ R 350 എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു നമുക്കതൊന്നും മനസ്സിലാവുന്നില്ല. ഇത് തന്നെയാണ് പ്രശ്നം എന്ന് നമുക്ക് തോന്നാവുന്നതാണ്. നമുക്കെന്തായാലും മുന്നോട്ട് നടന്നു നോക്കാം. അവിടെ ഒരു ചുമന്ന ലൈറ്റ് കത്തുന്നുണ്ട്. എന്തിൻ്റെ ആണെന്നറിയില്ല.
എനിക്കൊരു പക്ഷേ ട്രെയിനിൻ്റെ ട്രാഫിക്കിന് വേണ്ടിയുള്ളതായിരിക്കും. ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ ട്രാഫിക് വഴി വണ്ടികളൊക്കെ പോകാനുള്ളതായിരിക്കും. ഇവിടെ മാങ്ങാണ്ടി ഇരിക്കൊണ്ട് ആരോ ട്രെയിനിൽ നിന്ന് എടുത്ത് എറിഞ്ഞതാണ്. നമ്മൾ നേരത്തെ അവിടെ ഒരു മയിൽക്കുറ്റി കണ്ടതിൻ്റെ വിട്ട് തന്നെ ഇവിടെ ഒരു മയിൽക്കുറ്റി എഴുതി വെച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് എനിക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിരിക്കുന്നത് റെയിൽവേക്കാർ എന്തൊക്കെയോ എഴുതി പഠിച്ചതാണെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം നോക്കി നമ്മൾ നേരത്തെ ഇവിടെ കണ്ടു 7-3-6. പക്ഷേ നമുക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 1 അല്ല, നമ്മളവിടെ കിട്ടിയ ആൻസർ എത്രയായിരുന്നു? 0. ഇതൊക്കെ ഒരു തെറ്റുകുറ്റങ്ങൾ നമ്മൾ ഓരോന്ന് കണ്ടെത്തി റെയിൽവേയെ നമ്മൾ അറിയിക്കണം എന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്രേസി കേസിൻ്റെ പ്രധാന ഉദ്ദേശം. ഇവിടെ ഒരുപാട് മണ്ണുകളെല്ലാം ഇങ്ങനെ ഒലിച്ച് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായതാണെന്നാണ് സാധ്യത. അല്ലാതെ ഇങ്ങനെ മണ്ണൊന്നും ഇങ്ങനെ ഒലിച്ച് വരത്തില്ല. ഇവിടെ അടിയിൽ ഒരു ശക്തി ഇല്ല എന്നാണ് ഇത് കാണുന്നത്. ഒരുപക്ഷെ ഈ ചെടിയൊക്കെ വളർത്തി നട്ട് പിടിപ്പിച്ച് നിൽക്കുന്നത് ഒരുപക്ഷെ ഈ മണ്ണൊലിപ്പ് തടയാനായിരിക്കാം എന്നാണ് എൻ്റെ സാധ്യത. ഇവരിവിടെ നല്ല ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ചെറിയൊരു തോടും ഇവിടെ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ ഒരു വലിയ ജലസേചന പദ്ധതി തന്നെ ആയിരിക്കും. റെയിൽവേയുടെ ചിലപ്പോൾ അതിനകത്ത് പൈപ്പിനകത്തൊക്കെ വെള്ളം വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ എടുത്ത വെള്ളമായിരിക്കും വരുന്നത്. താഴെ എൻ്റെ സംശയം ശരിയാണെങ്കിൽ ഇനിയും വരാനിരിക്കുന്ന റെയിൽപാളങ്ങൾ അണ്ടർഗ്രൗണ്ട് വഴിയും 120 കിലോമീറ്റർ താഴോട്ട് റെയിൽപാളം വരാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇതുവഴിയായിരിക്കും കുഴിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവർ 120 കിലോമീറ്റർ താഴേക്കെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഇത്രയും ആഴത്തിൽ അവർ കുഴിയെടുത്ത് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇതുവഴി റെയിൽപാളം ഇനിയും ഉണ്ടാകാം. പക്ഷേ ഏത് വഴി ആൾക്കാർക്ക് ട്രെയിനിലേക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നു. ഇതൊക്കെ ഓരോ പോരായ്മകളാണ്. ഇപ്പോഴാണ് പിടികിട്ടിയത്. ഇവിടെ 0 ആണ് എഴുതിയിരിക്കുന്നത്, 1 ആണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ സംശയം ശരിയാണെങ്കിൽ ഉറപ്പായും അവർ 0 എഴുതി 1 അപ്പുറത്തിട്ട്, അതായത് 10 ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരിക്കലും റെയിൽവേക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുകയാണ്. കറക്റ്റ് ആക്യുറസി ആയിട്ടുള്ള കണക്കുകളാണ് ഓരോ മൈൽക്കുറ്റികളിൽ അവർ കുറിച്ച് വെച്ചിരിക്കുന്നത്.